എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2025 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ ബാങ്കിംഗ് നിയമങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏപ്രിൽ മുതൽ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ നിരവധി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ATM പിൻവലിക്കലുകൾ, അതോടൊപ്പം തന്നെ സേവിങ്സ് അക്കൗണ്ട് നിയമങ്ങൾ, ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങൾ, UPI ഇടപാടുകൾ എന്നിവ ഉൾപ്പെടെ ഉപഭോക്താക്കളുടെ വാലറ്റിനെ നേരിട്ട് ബാധിക്കുന്ന 7 പ്രധാന പരിഷ്കരണങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ അക്കൗണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഡിജിറ്റൽ ബാങ്കിംഗ് പരമായിട്ടുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നതാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം. ATM പിൻവലിക്കലുകൾ നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. RBIയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ATM ഇടപാട് ഫീസുകളിൽ ബാങ്കുകൾ പരിഷ്കാരം വരുത്തിയിട്ടുണ്ട്. മറ്റ് ബാങ്കുകളുടെ ATMകളിൽ നിന്നും സൗജന്യ പിൻവലിക്കലുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 3 സൗജന്യ പിൻവലിക്കലുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇതിനുശേഷമുള്ള ഓരോ ഇടപാടിനും 20 മുതൽ 23 രൂപ വരെ ഫീസ് ഈടാക്കുന്നതാണ്. സ്വന്തം ബാങ്കിന്റെ ATMകളുടെ സൗജന്യ പരിധിയും ബാങ്കുകൾ പരിഷ്കരിച്ചിട്ടുണ്ട്. അടുത്തത് മിനിമം ബാലൻസ് ആവശ്യകതകൾ കർശനമാക്കുന്നു എന്നതാണ്. സേവിങ്സ് അക്കൗണ്ടുകളിൽ നിലനിർത്തേണ്ട മിനിമം ശരാശരി ബാലൻസ് നയങ്ങളിൽ ബാങ്കുകൾ മാറ്റം വരുത്തുന്നു. മിനിമം ബാലൻസ് പാലിക്കാത്തവർക്ക് പിഴ ഈടാക്കുന്നതാണ്. ഈ തുക അക്കൗണ്ടിന്റെ തരം, ബാങ്ക് ശാഖയുടെ സ്ഥാനം എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. ഉപഭോക്താക്കൾക്ക് പിഴ ഒഴിവാക്കാൻ അക്കൗണ്ട് ബാലൻസ് പതിവായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് പോസിറ്റീവ് പേ സിസ്റ്റമാണ്. ബാങ്കിംഗ് പരമായിട്ടുള്ള തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് RBI നിർദ്ദേശിച്ച പോസിറ്റീവ് പേ സിസ്റ്റം പല ബാങ്കുകളും ഏർപ്പാടാക്കുന്നു. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകൾക്ക് ഉപഭോക്താക്കൾ ചെക്കിൻ്റെ വിശദാംശങ്ങൾ ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ബാങ്കിന് നൽകണം. പേയ്മെൻറ്റിന് മുൻപ് ഈ വിവരങ്ങൾ പരിശോധിക്കപ്പെടും. ഏതെങ്കിലും വ്യത്യാസം കണ്ടെത്തിയാൽ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതാണ്. അടുത്തത് മെച്ചപ്പെട്ട ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾ വരുന്നു. AI പവേർഡ് ചാറ്റ് ബോട്ടുകൾ, അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട മൊബൈൽ സേവനങ്ങൾ, ഡിജിറ്റൽ ഉപദേശങ്ങൾ എന്നിവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ഇടപാടുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷനും ബയോമെട്രിക് വെരിഫിക്കേഷനും ശക്തമാക്കുന്നതാണ്. അടുത്തത് സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള EFT പലിശ നിരക്കുകൾ പരിഷ്കരണമാണ്. പ്രധാനമായിട്ടും നിരവധി ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ടുകളുടെയും സ്ഥിര നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ പുതുക്കിയിട്ടുണ്ട്. HDFC ബാങ്ക് അതിൻ്റെ പ്രത്യേക FT പദ്ധതി നിർത്തലാക്കി. പൊതുജനങ്ങൾക്ക് 10 മുതൽ 21 മാസം വരെയുള്ള കാലാവധിയിൽ 7.25% പലിശ വാഗ്ദാനം ചെയ്യുന്ന പുതിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. യെസ് ബാങ്ക് 181 ദിവസം മുതൽ 24 മാസം വരെ കാലയളവിൽ 7.98% വരെ പലിശ നൽകുന്ന FT നിരക്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത കാര്യം ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള മാറ്റങ്ങളാണ്. ക്രെഡിറ്റ് കാർഡ് നയങ്ങളിൽ പ്രധാനമായും ബാങ്കുകൾ പരിഷ്കരണം വരുത്തുന്നുണ്ട്. SBI സിംപ്ലിക്ക് സ്വിഗ്ഗി റിവാർഡുകൾ 5 മടങ്ങായിട്ട് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ സിഗ്നേച്ചർ പോയിന്റുകൾ 30 നിന്ന് 10 കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് ക്ലബ്ബ് വിസ്താര നാഴികക്കല്ലിൻ്റെ ആനുകൂല്യങ്ങളും നിർത്തലാക്കുന്നുണ്ട്. അതുപോലെ അടുത്തത് UPI ഇടപാടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങളാണ്. UPI അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ദീർഘകാലമായി ഉപയോഗിക്കാത്തതുമായ മൊബൈൽ നമ്പറുകൾ ബാങ്ക് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ്. ഇത്തരം നമ്പറുകൾ ഉപയോഗശൂന്യമാണെങ്കിൽ UPI സേവനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതാണ്. തട്ടിപ്പ് തടയാനുള്ള ഈ നടപടികൾ ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ്. ഈ മാറ്റങ്ങൾ സുഗമമായ ബാങ്കിംഗ് അനുഭവം നിലനിർത്താൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നതാണ്. പുതിയ നിയമങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാങ്കുകളുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകൾ പതിവായി പരിശോധിക്കുവാൻ RBI ഉപദേശിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാങ്ക് വഴിയുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.